സമാഗമത്തിൽ ഇന്ന് അതിഥിയായി എത്തുന്നത് വെള്ളിത്തിരയിലെ അദൃശ്യമായ ശബ്ദ സാന്നിധ്യമാണ്. കഴിഞ്ഞ 3 ദശകങ്ങളായി മലയാള സിനിമയിൽ നിറഞ്ഞു നിന്ന നിരവധി നായികമാരുടെ സ്വന്തം ശബ്ദമായ ശ്രീമതി ഭാഗ്യലക്ഷ്മി. നമുക്ക് സ്വാഗതം ചെയ്യാം ശ്രീമതി ഭാഗ്യലക്ഷ്മിയെ. നമസ്കാരം ഭാഗ്യലക്ഷ്മി. നമസ്കാരം. ഞാനിങ്ങനെ അത്ഭുതത്തോടുകൂടി ഭാഗ്യലക്ഷ്മിയെ നോക്കുകയായിരുന്നു. ശബ്ദം നൽകിയ നായികമാർ, ഒരുപാട് നായികമാർക്ക് ശബ്ദം നൽകി. അവരിൽ പലരും അരങ്ങൊഴിഞ്ഞ് അവരുടെ ഈ പഴയ സൗന്ദര്യവും ആ തേജസ്സും ഒക്കെ നഷ്ടപ്പെട്ടിട്ടും നമുക്കറിയാം, പല പഴയ നായികമാരെ ഇപ്പോൾ കാണുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പോലും പറ്റാത്ത രൂപത്തിലായി. ഇങ്ങനെ സൗന്ദര്യത്തോടുകൂടി പഴയ പോലെ തന്നെ നിൽക്കുന്നതിൻ്റെ രഹസ്യം എന്താണ്? അത് എന്നെ അത്ഭുതപ്പെടുന്നൊരു കാര്യമാണ് ഭാഗ്യലക്ഷ്മിയെ കാണുമ്പോൾ. ഒരു വ്യക്തിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്ന സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യം കിട്ടിയപ്പോഴും സൗന്ദര്യം കൂടിയതില്ല. ഇത് സ്ത്രീകൾ കേൾക്കണ്ടേട്ടാ, അവരെല്ലാവരും ലിബറേഷന് വേണ്ടിയിട്ട്. മനസ്സ് വിചാരിക്കുന്നിടത്ത് ശരീരം എത്താൻ സാധിക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും കിട്ടുന്ന ഒരു കാര്യമല്ല. അതിൽ ചില നഷ്ടങ്ങൾ നമുക്കുണ്ടായിരിക്കാം, എങ്കിലും ആ ചില ഇതിനു വേണ്ടി നമ്മൾ പലതും നഷ്ടപ്പെടുത്തുന്നുണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അത് ഡിസേർവ് ചെയ്യുന്ന വ്യക്തികൾക്ക് വേണ്ടിയാണെങ്കിൽ നഷ്ടപ്പെടുത്തുന്നതിലൊരു ബുദ്ധിമുട്ടില്ല. ഞാൻ ഓർക്കുന്നത്, ഭാഗ്യലക്ഷ്മിയെ ഞാൻ ആദ്യം കണ്ടത് എൻ്റെ ഒരു ഓർമ്മയിൽ ത്രാസം എന്ന് പറയുന്ന പടിയൻ എൻ്റെ പടത്തിൽ അതിൻ്റെ ഡബിങ്ങിനൊക്കെ ആയിട്ട് മദ്രാസിൽ വന്ന സമയത്താണ്. അന്ന് കുട്ടിയായിരുന്നു ഭാഗ്യലക്ഷ്മി. എനിക്ക് 10-12 വയസ്സോ 13 വയസ്സുണ്ടായിരിക്കും, അല്ലേ? ഉണ്ടാവുള്ളായിരിക്കും. ആ സമയത്ത് അതിലേതോ ഒരു ചെറിയ ശബ്ദം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, ഒരു വോയിസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ആർക്കെ ലാബിൽ വന്ന ഭാഗ്യലക്ഷ്മിയെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അന്നും നീണ്ട മുടി ഉണ്ടായിരുന്നു ഭാഗ്യലക്ഷ്മിക്ക്. മുടി ഇങ്ങനെ അഴിച്ചിട്ടൊരു കൊച്ചുകുട്ടി നല്ല രസമായിട്ട് ഇങ്ങനെ പാവടയും ബ്ലൗസ് ഒക്കെ ഇട്ടിട്ടുള്ള ഒരു ഭാഗ്യലക്ഷ്മി. അവിടെ നിന്ന് തൊട്ടിട്ട് ഭാഗ്യലക്ഷ്മിയുടെ വളർച്ച നമ്മളിങ്ങനെ കാണുമായിരുന്നു. ഞാനൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്, കാരണം അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് പിന്നീട് ഒരുപാട് സിനിമ വർക്ക് ചെയ്തു. ഭരതേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴും കുറെ സിനിമകളിൽ. പിന്നെ ആദ്യത്തെ സിനിമ ഞാനല്ലേ ഡബ് ചെയ്ത ഉർവശിക്ക് വേണ്ടി അന്ന് പാട്ടൊക്കെ പാടി, അഷ്ടമുടിക്കായലിലുള്ള പാട്ടൊക്കെ പാടി തോന്നി. അപ്പോൾ അല്ല, അന്ന് തൊട്ടിട്ട് ഒരുപാട് സിനിമകളിൽ നമ്മൾ ഡബ് ചെയ്തു. അപ്പോഴൊക്കെ ഞാൻ കാണുന്ന ഭാഗ്യലക്ഷ്മിയുടെ ഒരു പ്രത്യേകതയായിട്ട് ഞാൻ ആദ്യം പറഞ്ഞത് തന്നെയാണ് ഈ ഇതിനോടുള്ള ഒരു സ്പിരിറ്റ്. അന്ന് ആ കുട്ടിയായിട്ട് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന ഒരു സ്പിരിറ്റ് നമ്മളൊക്കെ അവസാന കാലത്ത്, ഇപ്പോൾ അവസാനം എന്ന് പറയില്ല, ഇപ്പോൾ ഇതുവരെ ചെയ്ത പടങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ആ സ്പിരിറ്റ് നിലനിർത്തുകയും, ഒപ്പം തന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരിടത്തും എൻ്റെ ശബ്ദം കൊള്ളില്ല, അല്ലെങ്കിൽ എൻ്റെ ശബ്ദം ഇതിന് മാച്ചില്ല എന്ന് പറഞ്ഞിട്ട് ഒരു അവിടെ നിന്നും ഡബിങ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോരേണ്ടി വന്നിട്ടില്ല എന്നുള്ള ഭാഗ്യലക്ഷ്മി ഉണ്ടായിട്ടുണ്ട്. കുറേ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്തൊക്കെ അതെനിക്ക് നല്ല വേദന ഉണ്ടാക്കിയിട്ടുണ്ട്. ശശിയേട്ടൻ്റെ ഒരു പടം സീമയ്ക്ക് ഡബ് ചെയ്തിട്ട് ഞാനും കമലഹാസനും ഒരുമിച്ച് നിന്നാണ് ഡബ് ചെയ്തത്. കമലഹാസൻ എന്നെ കുറേ പഠിപ്പിച്ചു, എനിക്ക് വരുന്നില്ല അത്. അവസാനം എനിക്ക് തോന്നുന്നു അവർ തമ്മിലെന്തോ സംസാരിച്ചിട്ട് എന്നെ അതിന്ന് മാറ്റി. അപ്പോൾ എൻ്റെ വിചാരം പർപ്പസ്ഫുള്ളി മാറ്റിയതായിരുന്നു. ശരിയാ, മനഃപൂർവ്വം എന്തോ ഇതിനകത്തൊക്കെ ഒരു ഈ പലരും പറയില്ലേ ഇതിനകത്ത് കോക്കേഴ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ എനിക്ക് അന്ന് തോന്നിയിരുന്നു. പിന്നെ കുറച്ച് ദിവസം ഭയങ്കര ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ദേവാസുരം ചെയ്യുന്ന സമയത്താണ് ഞാൻ ഇങ്ങനെ എൻ്റെ ഡബ്ബിങ്ങിനെ കുറിച്ച് ശശിയേട്ടൻ ഇങ്ങനെ ഒരുപാട് എന്നെ പുകഴ്ത്തി സംസാരിച്ചപ്പോൾ, ഓ അങ്ങനെയുണ്ടല്ലേ, അതായത് നന്നായാൽ നന്നായി എന്ന് പറയുന്നുണ്ടല്ലോ, മോശമായപ്പോൾ നിങ്ങൾ വളരെ മോശമായിരുന്നു കേട്ടോ എന്ന് പറയാതെ വളരെ ഭംഗിയായിട്ടാണ് നമ്മളെ അതിൽ നിന്ന് അവോയ്ഡ് ചെയ്യുന്നത്. അന്ന് ഞാൻ പറഞ്ഞു, ശശിയേട്ടാ ഞാൻ ഒരു സമയത്ത് ഒരുപാട് മനസ്സുകൊണ്ട് ഇത്തിരി പ്രാഗിയിട്ടുണ്ട്, സോറി എന്ന്. ആദ്യമായിട്ട് നായികയ്ക്ക് ശബ്ദം കൊടുത്തത് ആർക്കാണ്? നായികയ്ക്ക് ആദ്യമായിട്ട് ഞാൻ ശബ്ദം കൊടുത്തത് തിരനോട്ടം എന്ന് പറയുന്ന സിനിമയിൽ. ഞങ്ങൾ ഇന്നലെ അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരുപാട് പേരുടെ ആദ്യത്തെ പടം, പ്രിയന്റെ ഫസ്റ്റ് എൻട്രി, മോഹൻലാലിൻ്റെ, എൻ്റെ, അശോക് കുമാർ, സുരേഷ്, അങ്ങനെ കുറേ ആളുകളുടെ. എന്നെ ആ പടത്തിന് റെക്കമെൻഡ് ചെയ്യുന്നത് മ്യൂസിക് ഡയറക്ടർ രവീന്ദ്രൻ മാസ്റ്റർ. രവിയേട്ടൻ അന്ന് ഡബിങ് ആർട്ടിസ്റ്റാണ്. അപ്പൊ ഈ പടത്തില് മറ്റേ രവികുമാർ ഉണ്ട്, പഴയ രവികുമാർ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ രവിയേട്ടൻ ഇത് ഡബ് ചെയ്യാനായിട്ട് വന്നപ്പോൾ രവിയേട്ടൻ പറഞ്ഞു ഇങ്ങനെ ഒരു കുട്ടിയുണ്ട്, ആ കുട്ടിയെ വിളിക്കാമെന്ന് പറഞ്ഞ് രവിയേട്ടനാണ് മോഹൻലാലിനെയും അശോകനെയും പ്രിയനെയൊക്കെ എൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരുന്നത്. അങ്ങനെയാണ്, അതാണ് എൻ്റെ ആദ്യത്തെ. രേണുചന്ദ്ര എന്ന് പറഞ്ഞിട്ട് പഴയൊരു നടി ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കോളിളക്കം
ജയൻ മരിച്ച പടം. ഓക്കെ. ശരപഞ്ചരത്തിലും ഞാൻ ഇതുപോലെ ഡബ് ചെയ്യാൻ പോയിട്ട് എൻ്റെ വോയിസ് ഓക്കെ ആയിട്ടില്ല. പക്ഷെ അതേസമയം കോളിളക്കം ആയപ്പോഴത്തേക്കും കുറച്ചും കൂടെ ഒന്ന് പഠിച്ചു. അപ്പോൾ സുമലതയ്ക്ക് ഡബ് ചെയ്തു. എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും ഇൻവോൾവ് ചെയ്ത സിനിമ നോക്കത്താ ദൂരത്ത് തന്നെ. നദിയ മൊയ്തീൻ. അത് ഒരുപാട് എന്നെ ദേവദാസ് സാറും ഫാസിൽ സാറും പഠിപ്പിച്ചു. എങ്ങനെയായിരിക്കണം ഒരു ഡബ്ബിങ് ആർട്ടിസ്റ്റ്, എന്തൊക്കെ ശ്രദ്ധിക്കണം, എന്തൊക്കെ ചെയ്യരുത്, എന്തൊക്കെ ചെയ്യാം, ഇങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയായിരിക്കും എന്നറിയാൻ വേണ്ടി ആണ്. അന്ന് പടം റിലീസ് ചെയ്യുന്നത് പാലക്കാട്, ഞാൻ താമസിക്കുന്നത് ചെന്നൈയിൽ. എന്നിട്ട് അവിടുന്ന് ട്രെയിൻ പിടിച്ച് പാലക്കാട് വന്ന് തിയേറ്ററിൽ പോയി പടം കണ്ടു. അതൊരു വഴിത്തിരിവായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് ആ ക്യാരക്ടർ അങ്ങനെയായിരുന്നു, വളരെ നോട്ടിയായിട്ടുള്ള അല്ലേ. പിന്നെ അവിടുന്ന് അങ്ങോട്ട് എനിക്ക് തോന്നുന്നു ഭയങ്കര ബിസിയായി. തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല എന്ന് പറയുന്ന പോലെ എല്ലാ നായികമാർക്കും ഒരുവിധം അന്നുണ്ടായിരുന്ന സകല നായികമാരുടെയും വോയിസും നിന്ന് തിരിയാൻ സമയമില്ലാതായിരുന്നു. അത് പിന്നീട് ഒരു പഴിയായിട്ട് കേൾക്കേണ്ടി വരുന്നില്ല, എല്ലാ നായികമാർക്കും ഒരേ ശബ്ദം എന്ന് പറയുന്നത്. അത് കുറേ കേട്ടു. ഒരു 10-12 വർഷമൊക്കെ ആയപ്പോഴത്തേക്കും വല്ലാതെ വിമർശനം കേട്ടു തുടങ്ങി. പിന്നെ എനിക്കൊരു ഗുണമുണ്ടായിട്ട്, ഇങ്ങനെ വോയിസ് ഒരുപോലെ ഇരിക്കും എന്നൊക്കെ പറയുമെങ്കിലും ഭാഗ്യലക്ഷ്മി ചെയ്ത് മോശമാക്കി എന്ന് പിന്നീട് ഞാൻ ഒരിക്കലും കേൾക്കേണ്ടി വന്നില്ല. അതാരും പറഞ്ഞിട്ടുണ്ടാവില്ല. കാരണം ഞാൻ ആദ്യം പറഞ്ഞു തന്നെയാണ്, എനിക്കൊക്കെ അത് ശരിക്കും ബോധ്യപ്പെട്ടിട്ടുള്ള ഒരാളാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ സിനിമയിൽ ഇപ്പോൾ ഭാഗ്യലക്ഷ്മി നമുക്കൊരു 10-20 പടത്തിലെങ്കിലും ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിൽ ഇപ്പോൾ ഉള്ളടക്കം എന്ന് പറയുന്ന സിനിമയുടെ കാര്യങ്ങൾ നമുക്ക് ഇനി പിന്നീട് വരണം. എന്നാൽ പോലും ഞാൻ പറയണം, അതിൽ പെട്ടെന്നൊരു കാര്യം എനിക്ക് ഓർമ്മ വന്ന്, അമ്മയുടെ വാത്സല്യം മഴ പോലെ പെയ്യുകയാണെന്ന് തോന്നിയെന്ന് പറഞ്ഞിട്ട് ഡയറി വായിക്കുന്ന ഒരു സാധനമുണ്ട്. ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല. അവളിങ്ങനെ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ മോഹൻലാൽ ഡയറി വായിക്കുന്നുണ്ട്. അതിൽ അമല എഴുതിയ അക്ഷരങ്ങൾ ഭാഗ്യലക്ഷ്മി ഇങ്ങനെ പറയുന്ന ഒരു സാധനമുണ്ട്. ആ അമ്മയുടെ വാത്സല്യം മഴ പോലെ പെയ്യുകയാണെന്ന് തോന്നിയെന്ന് പറയുന്ന ആ ഒരു സെൻറ്റൻസ് എനിക്ക് അന്ന് ഓർമ്മയുണ്ട്. ഭാഗ്യലക്ഷ്മി പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം സ്പർശിച്ചു. ഞാനിപ്പോഴും ഇന്നാളെ അടുത്ത് ഉള്ളടക്കം ഇങ്ങനെ ടി വിയിൽ കണ്ടു കഴിഞ്ഞപ്പോൾ ആ ഡയലോഗ് വീണ്ടും അതൊട്ടും ഈ 10-20 വർഷം കഴിഞ്ഞിട്ടും അയ്യോ അത് അങ്ങനെ എല്ലാവരും തോന്നിയിട്ടില്ല. അതൊരു വലിയ കാര്യമാണ്. അതൊരു പക്ഷെ ഇപ്പോൾ നോക്കത്താ ദൂരത്ത് കണ്ണു നട്ട് കാണുമ്പോഴും ഇതൊരു പുകഴ്ത്തലല്ലേ ടൈം നമുക്ക് തോന്നില്ല. അതിങ്ങനെ എല്ലാവരും വേണ്ടതെന്ന് പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട്. പല സിനിമ കാണുമ്പോഴും നമുക്ക് തോന്നുന്നുണ്ട് അയ്യോ ഇതിങ്ങനെ എല്ലാവരും പറയേണ്ടിയിരുന്നത്, അതിൽ ഇങ്ങനെ ആയിരുന്നില്ല ഈ സീൻ ചെയ്യേണ്ടിയിരുന്നതെന്നൊക്കെ നമുക്ക് തോന്നാറുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ വന്നിട്ടില്ല. അതാണ് യുണീക്ക് എന്ന് പറയുന്ന ഒരു ഇപ്പോൾ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ഭാഗ്യലക്ഷ്മി എല്ലാവർക്കും അറിയാം. പക്ഷേ ഭാഗ്യലക്ഷ്മിയെ ആദ്യകാലത്ത് ചില പടങ്ങളിൽ സ്ക്രീനിൽ കണ്ടിട്ടുണ്ട് അഭിനയിക്കുന്നതൊക്കെ. എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നത് ചാമരം എന്ന് പറയുന്ന സിനിമയിൽ രതീഷിൻ്റെ ഭാര്യയായിട്ട് അല്ലേ സെർണാബ് വന്ന് നോക്കുമ്പോൾ ഇങ്ങനെ തുണി അലക്കണം അങ്ങനത്തെ സംഭവം നോക്കുമ്പോൾ കാണുന്ന ഒരു ക്ലോസപ്പാണ് തുണി ഇങ്ങനെ നോക്കുന്ന ഒരു ഇത്. അന്ന് അഭിനയിക്കാനായിട്ടാണ് ആദ്യകാലത്ത് ശ്രമം നടത്തിയതാണോ നിർബന്ധിക്കപ്പെട്ടത്? ഞാൻ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ വായിച്ചത് നിർബന്ധിക്കപ്പെട്ടത് തന്നെയാണ്. കാരണം ഞാൻ ആദ്യമായിട്ട് ഡബ്ബിങ് തന്നെയാണ് തുടങ്ങിയത്. അപരാധി എന്ന് പറയുന്ന ഫിലിമിൽ ആണ് ഫസ്റ്റ് ഞാൻ ഡബ് ചെയ്തത്. മനസ്സ് എന്ന് പറയുന്ന ഫിലിം, മനസ്സിൽ ഞാൻ അമിത് കാക്കശ്ശേരിയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അന്ന് എനിക്കൊരു 9 വയസ്സുണ്ട്. അതിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അതാണ് എൻ്റെ ആദ്യത്തെ അഭിനയിച്ച സിനിമ. അങ്ങനെ പിന്നെ ചഞ്ചല എന്ന് പറയുന്ന ഫിലിം നസീർ സാറിൻ്റെ കൂടെ ഞാൻ ഡബ് ചെയ്തു. അപരാധി നസീർ സാർ തന്നെയാണ് ആദ്യമായിട്ട് ഡബ് ചെയ്യിപ്പിച്ചതും. ആദ്യമായിട്ട് 51 രൂപ നസീർ സാറാണ് എനിക്ക് പ്രതിഫലം തന്നത്. നസീർ സാറിൻ്റെ കൈ കൊണ്ടാണ്. പക്ഷേ അന്ന് മുതൽ പിന്നീട് കുറേ കാലങ്ങൾ ഞാൻ മദ്രാസ് വിടുന്നവരെ വിഷുവിന് എനിക്ക് കൈനീട്ടം, എന്നെ ഫോൺ ചെയ്യും. എന്നിട്ട് പറയും കൈനീട്ടം വാങ്ങാൻ വരുമോ എന്ന് പറയും. വീട്ടിൽ പോയിട്ട് കൈനീട്ടം വാങ്ങും. അങ്ങനെ കുറേ വർഷങ്ങൾ നല്ലൊരു ബന്ധം ഉണ്ടായിരുന്നു നസീർ സാറുമായിട്ട്. അങ്ങനെ കുറച്ച് സിനിമകളിലൊക്കെ അഭിനയിച്ചപ്പോൾ ഈ ചാമരത്തിലും അഭിനയിക്കാൻ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അഭിനയം വരില്ല, പ്രത്യേകിച്ച് എൻ്റെ മുഖത്ത് പ്രണയഭാവം വരുമില്ല. അത് ശബ്ദത്തിൽ മാത്രമേ വരുള്ളൂ. ശബ്ദത്തിലേ വരുള്ളൂ, മുഖത്ത് വരില്ല. മുഖത്ത് ഒരു ഭാവവും വരില്ല, പ്രണയഭാവം എന്നല്ല ഒരു ഭാവവും വരില്ല. എനിക്ക് സ്ഥായിയായ ഒരു ഭാവമുണ്ട്, ഭയങ്കര ഗൗരവം. അങ്ങനെ പിന്മാറിയതാണ് അഭിനയത്തിൽ. ഇപ്പൊ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്, എനിക്ക് കോൺഫിഡൻസ് ഇല്ല. അപ്പം അന്ന് ഇപ്പോൾ അഭിനയിക്കാനായിട്ട് ഇപ്പോൾ വല്യമ്മ നിർബന്ധിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ അറിഞ്ഞ കഥകളിൽ ശരിക്കും പറഞ്ഞെങ്കിൽ വല്ലാതൊരു ഭയപ്പാടുണ്ടായിരുന്നില്ല. ആ കാലത്ത് കോടമ്പക്കത്തെ ഒരു പെൺകുട്ടി സിനിമയിൽ അഭിനയിക്കാൻ പോയാലുണ്ടാകുന്ന ഒരു അരക്ഷിതാവസ്ഥ അല്ലേ. പ്രത്യേകിച്ചും വല്യമ്മ. ഇപ്പോൾ അമ്മ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആ ഇതിൽ വായിച്ചപ്പോൾ ആഴ്ചപ്പതിപ്പിൽ വായിച്ചപ്പോൾ എനിക്ക് വല്ലാണ്ട് ഫീൽ ചെയ്ത ഒരു സംഭവം ഉണ്ടായിരുന്നു.
അമ്മ ആശുപത്രിയിൽ ക്യാൻസറായിട്ട് മരിക്കാനായിട്ട് കിടക്കുന്ന സമയത്ത് ആരോ വിളിച്ചിട്ട് ഏൽപ്പിച്ചു കൊടുക്കും. അപ്പോൾ എന്നെ വിൽക്കാനായിട്ട് പോവുകയാണെന്ന് പറഞ്ഞ് വളരെ വേദനയോടുകൂടി ഭാഗ്യലക്ഷ്മി എഴുതിയതായിട്ട് വായിച്ചിരുന്നു. അമ്മ എന്നെ വിൽക്കുകയാണെന്ന് വല്യമ്മയുടെ അടുത്ത് കരഞ്ഞു പറഞ്ഞു. അത് സത്യത്തിൽ അമ്മ വിചാരിച്ചത് വല്യമ്മ സിനിമയിൽ അഭിനയിപ്പിക്കും എന്ന് പേടിച്ചിട്ടായിരുന്നു. വല്യമ്മയ്ക്ക് സിനിമയോട് വല്ലാത്തൊരു അമിതമായൊരു ഭ്രാന്തുണ്ടായിരുന്നു. അപ്പോൾ ഇതേതിലായിരിക്കും ഞാൻ വരിക എന്ന് വല്യമ്മയ്ക്ക് ഒരു പിടിയില്ല. അതുകൊണ്ട് പാട്ട് പഠിപ്പിക്കും, ഡാൻസ് പഠിപ്പിക്കും, ഡബ് ചെയ്യിപ്പിക്കും, അഭിനയിപ്പിക്കും, എല്ലാം ചെയ്യിപ്പിക്കും. പക്ഷേ എനിക്ക് ഇതൊന്നും എനിക്കിഷ്ടമില്ല. എൻ്റെ മനസ്സ് മുഴുവനും ഈ അമ്മ സിനിമ ചീത്തയാണെന്നിങ്ങനെ അമ്മ ഇങ്ങനെ എന്നോട് പറയുന്നുണ്ടായിരുന്നു. ഒരിക്കലും ജീവിതത്തിൽ ചീത്ത എന്നൊരു വാക്ക് കേൾപ്പിക്കരുത്. ഇപ്പോഴും എനിക്കതുണ്ട്. എന്നെക്കുറിച്ച് ആരും മോശമായിട്ട് പറയുന്ന അപ്പം മാത്രമേ ഞാൻ കരയുള്ളൂ. അപ്പോൾ എനിക്ക് ഇങ്ങനെ എന്തിനാണ് സിനിമയിൽ കല്യാണം കഴിച്ച് പൊക്കൂടെ ഇതായിരുന്നു എൻ്റെ ചിന്ത മുഴുവനും. പക്ഷേ വല്യമ്മ എന്നാൽ വല്യമ്മ അങ്ങനെ മോശം സ്ത്രീയാണെന്നും പറയാൻ പറ്റില്ല കേട്ടോ. കാരണം നിങ്ങൾക്കൊക്കെ തന്നെ അറിയാം, എൻ്റെ കൂടെ എപ്പോഴും ഡബ്ബിംഗ് തിയേറ്ററിൽ ഉണ്ടാവാറില്ലേ, ആരോടും അമിതമായ അടുത്തിടപഴകാനൊന്നും വല്യമ്മ ഒരിക്കലും എന്നെ സമ്മതിച്ചിട്ടില്ല. ആരെങ്കിലും അടുത്ത് വന്നിരുന്നാൽ തന്നെ പിന്നെ എൻ്റെ അടുത്ത് വീട്ടിൽ പോയിട്ട് എൻ്റെ അടുത്ത് പറയും, അങ്ങനെ ആൺകുട്ടികളുടെ അടുത്ത് ഇരിക്കരുത്, സംസാരിക്കരുത്, അതൊക്കെ നമ്മളെ വേറെ വഴിയിലേക്ക്, അങ്ങനത്തെ ഒരു സ്ട്രിക്ട്നെസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു വല്യമ്മയ്ക്ക് ഞാനൊരു വലിയ പ്രശസ്തിയിലെത്തണം എന്ന്, വലിയൊരു നടിയായി മദ്രാസിൽ അങ്ങനെ ജീവിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഡബ്ബിംഗ് ഒക്കെ എന്ന് പറഞ്ഞാൽ അതിനൊരു പരിധിയുണ്ട്. എപ്പോഴും നമുക്കൊരു പോപ്പുലാരിറ്റി എന്ന് പറയുന്നത് അഭിനയത്തിൽ കൂടെ മാത്രമേ സാധിക്കുള്ളൂ എന്ന് വല്യമ്മയ്ക്കൊരു വല്ലാത്തൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അതിനുവേണ്ടി ആയിരിക്കാം ഒരു പക്ഷേ ഞാനെപ്പോഴും ഇന്ന് എനിക്ക് ഒരു ക്യാരക്ടർ ഉണ്ടെങ്കിൽ ആ ക്യാരക്ടർ ഉണ്ടാക്കി തന്നത് വല്യമ്മ തന്നെ. അപ്പം അന്ന് അച്ഛനെ കണ്ട ഓർമ്മയില്ല. അപ്പോൾ അച്ഛൻ എന്തുകൊണ്ട് അങ്ങനെ ഉപേക്ഷിച്ച് പോയി എന്നുള്ളത്? അച്ഛനെ ഉപേക്ഷിച്ച് പോയതല്ല, അച്ഛൻ മരിച്ചതാണ്. അച്ഛൻ മരിച്ചതാണ്. അച്ഛൻ ഒരിക്കലും ഉപേക്ഷിച്ചിട്ടില്ല. അപ്പോൾ അച്ഛൻ വളരെ അമ്മയും അച്ഛനും എൻ്റെ വല്യമ്മമാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഭയങ്കര റൊമാൻറ്റിക് ഹസ്ബൻഡ് ആൻഡ് വൈഫായിരുന്നു. അച്ഛനെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ജീവനും, അമ്മയെന്ന് പറഞ്ഞാൽ അച്ഛന് ജീവനും. അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരിക്കലും അമ്മ ആരെയും ആശ്രയിക്കാതെ ജീവിക്കണമെന്നായിരുന്നു. അതുകൊണ്ടാണെന്ന് തോന്നുന്നു അച്ഛൻ മരിച്ചപ്പോൾ അമ്മ ഇങ്ങനെ വേറെ ഇത്രയും സഹോദരങ്ങൾ ഉണ്ടായിട്ട് പോലും ആരെയും ആശ്രയിക്കാതിരുന്നത്. അമ്മയ്ക്ക് ജോലി ഉണ്ടായിരുന്നു ടെലിഫോൺസിൽ അന്ന്, അതുകൊണ്ടൊക്കെ ആയിരിക്കും എന്ന്. അച്ഛനും വളരെ സ്നേഹമുള്ള മനുഷ്യനായിരുന്നു. പിന്നീട് മദ്രാസിലേക്ക് വല്യമ്മയുടെ കൂടെ വന്നു. അവിടെ അമ്മ മരിച്ചു അല്ലേ? അമ്മ ക്യാൻസറായിട്ടാണ്. പിന്നെ അമ്മ മരിച്ചു. അമ്മ മരിക്കുമ്പോൾ 71 അമ്മ മരിച്ചു. 72 പിന്നെ വല്യമ്മയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം, എന്നെ സിനിമയിലോട്ട് അങ്ങോട്ട് രംഗപ്രവേശം ചെയ്യിപ്പിച്ചു. ചേച്ചി മുതിർന്നിരുന്നു. ചേച്ചി അപ്പോൾ കല്യാണം കഴിച്ചു. ഇപ്പൊ ചേച്ചിയായിട്ട് കോണ്ടാക്ട് ഉണ്ട്? അങ്ങനെയാണ് വല്ലപ്പോഴും ഒരു ഹായ് അത്രയേ ഉള്ളൂ. എവിടെയാണ് ചേച്ചി? മദ്രാസിൽ. ഈ ബ്രദറാണ്. ഞാൻ അതിലേക്ക് വരാം. അപ്പോൾ അന്ന് ഇതേപോലെ എഴുതിയാലൊരു കാര്യമുണ്ട്. ചേച്ചി കല്യാണം കഴിച്ചു പോയി, നിന്നെന്തായാലും വല്യമ്മ സിനിമാ നടിയാക്കും എന്ന് ഉണ്ണികൃഷ്ണനല്ലേ ചേട്ടൻ പറഞ്ഞു. എനിക്കാണ് ആരും ഇല്ലാണ്ട് പോകുന്നത്, ഞാൻ അനാഥം തന്നെയാണ് എന്ന് പറഞ്ഞു പോയ ചേട്ടനാണല്ലേ? അതെ. ഞാൻ കുട്ടിക്കാലത്തെ ഞാൻ കാണുമ്പോൾ എപ്പോഴും ഇങ്ങനെ അമ്മയുടെ വാല് തൂങ്ങി നടക്കുന്ന ഒരു കുട്ടിയായിരുന്നു. അമ്മ ഇങ്ങനെ എന്നോടൊക്കെ അത്രയും പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നല്ലോ, പക്ഷെ അവനോട് പ്രകടിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഉണ്ണി എന്ന് പറഞ്ഞ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു തരം ഒരു ഭ്രാന്തായിരുന്നു. അത് ഏക മകനാണല്ലോ, അതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം തോന്നുന്നു അമ്മ മരിച്ചപ്പോൾ പിന്നെ അവൻ ശരിക്കും സൂയിസൈഡ് അറ്റംപ്റ്റ് ഒക്കെ ചെയ്തിരുന്നു. അന്ന് പോയ ചേട്ടനെ പിന്നെ ഒരിക്കലും കണ്ടിട്ടില്ല. ചേട്ടൻ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടോ അതോ മരിച്ചോ എന്ന് പോലും ഭാഗ്യലക്ഷ്മിക്ക് അറിയില്ല. ഉണ്ടാവാൻ വഴിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇന്നിപ്പോൾ എന്നെ കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അല്ലേ? കേരളത്തിലേക്ക് വന്നാൽ ഭാഗ്യലക്ഷ്മി എന്ന് പറഞ്ഞു ഫിലിമിൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ്. അന്ന് അവനുള്ളപ്പോഴും ഞാൻ ഡബ്ബിങ്ങിന് പോകുന്നുണ്ട്. അവൻ വീട്ടിൽ നിന്ന് പോകുമ്പോഴും വേണമെങ്കിൽ അവന് തപ്പിപ്പിടിച്ച് വരാമായിരുന്നു. അപ്പോൾ ഉണ്ടായിരിക്കില്ല എന്ന് വിശ്വസിക്കുക ഞാൻ.